എനിക്കറിയുന്നില്ല, എന്നോട് പറഞ്ഞില്ല, എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. എന്നെ പിടിച്ചോണ്ട് വന്നു, കേസ് എന്താണെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞു, അറസ്റ്റ് ചെയ്തു. ഞാൻ സ്ത്രീത്വം അപമാനിക്കത്തില്ല. തട്ടിപ്പുകാർക്കെതിരെ അഴിമതിക്കെതിരെ പോരാടും. പിണറായി തുലയട്ടെ. അഴിമതിയുടെ പീരൻ മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി, അതിന് ഓശാനം പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും. അവസാന ശ്വാസം വരെ പിണറായിയുടെ വിരുദ്ധീകരനെതിരെ പോരാടും. എല്ലാം കേരള കേസ്. ഒരു കേസിൽ ജയിലിൽ അടച്ചിട്ടില്ല. വീണ്ടും ശക്തിയുടെ അവസരം കിട്ടിയില്ല. മർദ്ദിച്ചില്ല, പിടിച്ചോണ്ട് പോകുന്നു. പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകുന്നു. അവരെന്നെ പിടിച്ചോണ്ട് പോകുന്നു. വരൂ, എന്നെ ആരെ വിളിക്കാൻ സംഭവിച്ചില്ല. അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു. സിന്ദാബാദ് പിണറായി തുലയട്ടെ. എന്തിനാണ് അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ഒന്നും തന്നിട്ടില്ല. ഇല്ല, അതൊന്നുമില്ല. 10 ദിവസത്തിന് നോട്ടീസ് തന്നെ ഹൈക്കോടതി ഉത്തരവുള്ള അതൊന്നും തന്നില്ല. അതൊന്നും സംഭവിച്ചില്ല. പോരണം, വണ്ടിയെ കയറണമെന്ന് പറഞ്ഞു. മൊബൈൽ വിളിച്ച് ആരും പറയാൻ പോലും സംഭവിച്ചു. അല്ല, ഈ പരാതി ഉണ്ടെങ്കിൽ ശരിയുണ്ടോ? പരാതി എന്താണെന്ന് അറിയത്തില്ല. പിന്നെ എങ്ങനെ ശരിയുണ്ടോ എന്നോട് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനലിന്റെ ഉടമയായ ഷാജൻ സ്കറിയയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മാഹി സ്വദേശിനിയായുടെ ഒരു പരാതിയിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. ഇതിന്റെ അകത്ത് വിജയത്തിന്റെയോ തോൽവിയുടെയോ ഒന്നും പ്രശ്നമില്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു. അപ്പൊ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. പോലീസുകാരൊക്കെ വളരെ നല്ല ഭംഗിയായിട്ടാണ്, മര്യാദയ്ക്കാണ് പെരുമാറിയത്. പ്രശ്നം വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഉടുപ്പിട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നിലത്താണ് ഇരുന്നത്. അതിന് ഉടുപ്പിടാത്ത ആളിന് കസേര ഇരിക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് തോന്നി ഞാൻ നിലത്താണ് ഇരുന്നത്. ഈ പരാതിക്കാരിയെ താങ്കൾക്ക് അറിയാമോ? ഇപ്പോഴും ഞാൻ ഇവിടുന്ന് ചോദിച്ചു പരാതിക്കാരിയെ കുറിച്ച്. എനിക്ക് മനസ്സിലാക്കിയത് ഈ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ദുബായ് കേന്ദ്രീകരിച്ച് ഒരു വലിയ തട്ടിപ്പ് നടന്ന ഒരാളുണ്ട്. ഇയാള് ഇപ്പം കേരള പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഉള്ളതാണ്. ദുബായിൽ അയാൾ ജയിലിലാണ് ഇപ്പോൾ. ഇയാള് എന്തോ ഒരു കെൻസ വെൽനസ് സെന്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ്. ഇയാൾക്കെതിരെ വാർത്ത. അപ്പൊ ഇയാളുടെ തട്ടിപ്പിന് കൂട്ടാളിയാണ്. ഇയാളുടെ തട്ടിപ്പ് സ്ഥാപനത്തിന്റെ ജനറൽ മാനേജറായ ഒരു സ്ത്രീയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീക്കെതിരെ പരാതിയുണ്ട്, അവർക്കെതിരെ തെളിവുകളുണ്ട്. അപ്പൊ ആ സ്ത്രീയെ കുറിച്ച് ഞാൻ പറഞ്ഞു, ആ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പേര് പറഞ്ഞിട്ട് എന്റെ ഓർമ്മയിൽ വരുന്നത് ആ സ്ത്രീ ആയിരിക്കണം. അല്ലാതെ ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. ആ തട്ടിപ്പിനെ കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ ആ സ്ത്രീയെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ പേര് കേട്ടപ്പോൾ ആ സ്ത്രീയാണ്. എനിക്ക് നോക്കാനുള്ള സമയം കിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നു ഷിഹാബ് ഷായുടെ കൂട്ടാളിയായ ഒരു സ്ത്രീ മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും ദുബായ് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന മകനെതിരെയും ഒക്കെ ധാരാളം വാർത്ത കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന അഗ്രസീവായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ പോലെ അഗ്രസീവ് അല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഈ തട്ടിപ്പ് വെട്ടിപ്പ്. ഇപ്പൊ ഈ മാസപ്പടി കേസൊക്കെ വന്നപ്പോഴത്തേക്കും 2 ദിവസം ജയിലിൽ കിടക്കുവാണെങ്കിൽ രക്ഷപ്പെടാമല്ലോ എന്ന് കരുതിയാണ് അത് ചെയ്യുന്നത്. ഞാൻ